എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് കേരള സംസ്ഥാനം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ. കൊച്ചി പള്ളുരുത്തി സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നടന്നതായ ആ ഹിജാബ് വിവാദം. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവരുടേതായ പ്രത്യേകമാകുന്ന നടപടിക്രമങ്ങളും നിയമസംഹിതകളുമുണ്ട്. എങ്കിൽ പോലും അവയെല്ലാം തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന നാനാ തുറകളിലുള്ള ജാതിമത ഭേദങ്ങളൊന്നും കൂടാതെ വണ്ണം എല്ലാ വിദ്യാർത്ഥികൾക്കും കടന്നു വന്ന് വിദ്യാഭ്യാസം കരസ്ഥമാക്കുവാനുള്ളതായ സാഹചര്യങ്ങളാണ് നമ്മുടെ കേരള സംസ്ഥാനവും ഇവിടെയുള്ളതാകുന്ന ആളുകൾക്ക് നൽകിത്തരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തെ നാം ഒന്ന് പരിശോധിച്ചാൽ വ്യത്യസ്തങ്ങളാകുന്ന സ്കൂളുകൾ ഗവൺമെൻറ് തലത്തിലും അതുപോലെ പ്രൈവറ്റ് തലത്തിലും പല സ്കൂളുകളും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞയിടയിൽ ആ സ്കൂളിൽ കടന്നു വന്ന ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിദ്യാർത്ഥി അവരുടേതായ മതവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ തലയിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് കടന്നു വരികയും അത് അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് അവിടെയുള്ളതാകുന്ന അധ്യാപകർ അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവിടെയുള്ളതായ ചില ആളുകൾ കടന്നു വന്ന് ഈ അധ്യാപകരോട് കയർത്ത് സംസാരിക്കുന്നതും അവർ തമ്മിലുള്ളതായ സംസാര സംഭവങ്ങളെ പറ്റിയൊക്കെയും സോഷ്യൽ മീഡിയയിലൂടെ അവിടെയുള്ള അധ്യാപകർ തങ്ങൾ അനുഭവിച്ചതായ അഭിമുഖീകരിച്ച ആ ദുരനുഭവത്തെപ്പറ്റി വിശദീകരിക്കുവാനിടയായി തീർന്നു. ഇതിനെ ചൊല്ലി നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ വളരെയധികം അനുകൂലമായും പ്രതികൂലമായും പലവിധ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും സ്കൂളിൽ കടന്നു വരുമ്പോൾ അവർ നിർബന്ധമായിട്ടും യൂണിഫോം ധരിച്ചിരിക്കണം എന്നുള്ളത് സ്കൂളിൻ്റെ ഒരു നിയമമാണ്. എന്നാൽ അത് കൂടാതെ വണ്ണം സ്കൂളിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും നിയമങ്ങൾക്ക് വിരോധമായി അവരുടേതായ മതവിശ്വാസത്തെ ഊന്നൽ കൊടുക്കുന്നതായ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വരുന്ന ആ കാര്യങ്ങൾ അതൊരിക്കലും യോജിക്കാൻ സാധിക്കുന്നതല്ല എന്ന് പ്രാരംഭത്തിൽ തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളോട് പ്രത്യേകമായി അനുകമ്പ കാണിക്കുകയും അവർ ചെയ്യുന്ന കാര്യങ്ങളെ എല്ലാം അനുകൂലിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും എല്ലാവരെയും ഒരേപോലെ കണക്കാക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. എന്തിനാണ് പ്രിയമുള്ളവരെ നമ്മൾ യൂണിഫോം ധരിക്കുന്നത്? യൂണിഫോം ധരിക്കുവാനുള്ളതായ പശ്ചാത്തലം തന്നെ യാതൊരുവിധ വേർതിരിവും കൂടാതെ വണ്ണം എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും ഒരേ കണ്ണിൽ കാണുവാനും ഒരേപോലെ അവരോട് പെരുമാറുവാനും ഒരേ നിലകളിൽ അവരുമായി ഇടപഴകുവാനും വേണ്ടിയിട്ടാണ് ഈ യൂണിഫോം സിസ്റ്റം തന്നെ നമ്മുടെ കേരളത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്ത് നടന്നിരുന്നതായ വളരെ മൂല്യച്യൂതികൾ ഉള്ളതായ നടപടിക്രമങ്ങളെ പറ്റിയൊക്കെയും നമ്മുടെ കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നാം പരിശോധന വിധേയമാക്കുമ്പോൾ വിദ്യാഭ്യാസം എല്ലാവർക്കും തന്നെ ലഭിക്കാത്ത ഒരു പശ്ചാത്തലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളായാലും എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. ഉന്നത വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് പലർക്കും വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ജാതി മതം അതുപോലെ നിറം എന്നിങ്ങനെ പല വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ അവർക്കൊന്നും അതിന് യോഗ്യത നേടാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ കടന്നു വന്നതായ ബ്രിട്ടീഷുകാരോടുള്ള ബന്ധത്തിൽ പല മിഷണറിമാരും അതുപോലെ ഉള്ള ആളുകളൊക്കെ കടന്നു വരികയും ഇവിടെ ഉള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും എല്ലാവരെയും ഒരേപോലെ കാണുവാൻ വേണ്ടി അവർക്ക് യൂണിഫോം സിസ്റ്റം അവരുടെ മധ്യത്തിൽ കൊണ്ടുവരുവാനും ഇടയായി തീർന്നു. സ്കൂളുകളിൽ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും പഠിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേകമായ ഒരു മതവിശ്വാസത്തെ അവരിലേക്ക് ഊന്നൽ കൊടുക്കുന്നത് അത് ഒരിക്കലും ഉചിതമായ ഒരു നടപടിക്രമമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മതവിശ്വാസം അത് നിശ്ചയമായും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കണം. അതവരുടേതായ പള്ളികളിലും ക്ഷേത്രങ്ങളിലും
മോസ്കുകളിലും ഒക്കെയും തന്നെ നമ്മുടെ മതവിശ്വാസം എന്താണോ അത് പറഞ്ഞു കൊടുക്കണം. എന്നാൽ സ്കൂളുകൾ ഒരിക്കലും മതപരമായ മതാചാരങ്ങളെ ഊന്നൽ കൊടുക്കുന്ന ഒന്നായിട്ട് ഒരിക്കൽ പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇനി ക്രൈസ്തവരുടെയും അതുപോലെ തന്നെ ഹിന്ദുക്കളുടെയും സ്കൂളുകളിലേക്കൊന്നും പറഞ്ഞു വിടുന്നില്ല എന്ന് വിലപിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒരു പ്രതിഷേധമാണ്. ഇവിടെയുള്ളതായ മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ തങ്ങളെ അംഗീകരിക്കുന്നില്ലെന്നും തങ്ങളുടെ മതവിശ്വാസത്തെ അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതായ ഒരു സന്ദേശമാണ് ആ കരച്ചിലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലയിൽ ഒരു ശിരോവസ്ത്രം ധരിച്ചാൽ അതിനെന്താണ് കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്കൂളിൽ കടന്നു ചെന്ന് അവരോട് കയർത്ത് സംസാരിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. നാം ചെയ്തു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് നിശ്ചയമായും നമ്മുടെ തലമുറകളോട് പങ്കുവെക്കണം. എന്നാൽ മുസ്ലിം സമൂഹത്തിലെ ചില കാലഹരണപ്പെട്ട സംഭവ വികാസങ്ങളെ ഇവിടെയുള്ളതായ മറ്റു മതവിഭാഗങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും പണ്ട് കാലഘട്ടങ്ങളിൽ ചെയ്തു വന്നതായ നടപടിക്രമങ്ങൾ അനുസരിച്ച് വിദ്യാഭ്യാസ മേഖലകളിൽ അനുവർത്തിക്കുന്നത് ശരിയായ നടപടിക്രമമല്ല. ഞാനൊരു ഉദാഹരണം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. മുസ്ലിം കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നിലകളിൽ പി ഭാസ്കരനുണ്ണി എഴുതിയ 19-ാം നൂറ്റാണ്ടിലെ കേരളം അതിൻ്റെ 1085 പേജിൽ അദ്ദേഹം വിവരിക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. 1871-72 മാപ്പിള പള്ളികളോട് യോജിച്ച് കിടക്കുന്നതായ ചെറിയ സ്കൂളുകളിൽ വെച്ച് മാപ്പിള കുട്ടികളുടെ പഠിപ്പിനെ നന്നാക്കി തീർക്കുവാനുള്ളതായ ഒരു പ്ലാൻ ഏർപ്പെടുത്തുക ഉണ്ടായി. ഈ സ്കൂളുകളിൽ പറയത്തക്ക പഠിപ്പ് ഒന്നും കുട്ടികൾക്ക് സിദ്ധിച്ചിട്ടില്ല. ഇതുകളിൽ ഖുറാൻ കാണാതെ ചൊല്ലുവാൻ മാത്രമേ പഠിപ്പിച്ച് വന്നിരുന്നുള്ളൂ. ഈ മതസംബന്ധമായ പഠിപ്പോടുകൂടി മലയാളത്തിൽ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം യോജിപ്പിച്ച് നടത്തുവാൻ വേണ്ടി മൊല്ലന്മാരെ ഉത്സാഹിപ്പിക്കുകയും അവർക്ക് ചെറിയ ശമ്പളങ്ങളും ജയിച്ച കുട്ടികളുടെ വിഹിതപ്രകാരം കുറെ ഗ്രാൻറ്റും കൊടുക്കുകയും ഈ വക സ്കൂളുകളുടെ പരിശോധനയ്ക്ക് വേണ്ടി പ്രത്യേകം 2 വിദ്യാഭ്യാസ സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കുകയും ചെയ്തു. ഈ ഏർപ്പാടുകൾ കൊണ്ടുള്ള ഗുണം ആദ്യം വളരെ പതുക്കെയായിരുന്നു. മാപ്പിളമാരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ചിലവ് ചെയ്യുന്ന പണത്തിൻ്റെ അവസ്ഥയ്ക്കുള്ള ഗുണം സിദ്ധിക്കുന്നില്ലെന്ന് 1898 ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റ് എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ കൂടി ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുവാൻ ത്രാണിയുള്ള മൊല്ലന്മാർ ഉണ്ടായിരുന്നില്ല. ഇതിന് പുറമെ മതസംബന്ധമായ മൂഢവിശ്വാസങ്ങളെ തടുക്കുവാനും കുറെ പ്രയാസമായിരുന്നു എന്ന് പി ഭാസ്കരനുണ്ണി എഴുതിയ ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ കാലഘട്ടത്ത് മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നതായ സംഭവങ്ങൾ എന്താണെന്ന് ഇവിടെ വായിച്ചു കേട്ടല്ലോ. അവര് പഠിപ്പിക്കുന്നത് അവരുടെ ഖുറാൻ പഠിപ്പിക്കുന്നു. അവരുടേതായ മതഗ്രന്ഥത്തെപ്പറ്റി അതിൻ്റെ അകത്ത് അണിയിച്ചൊരുക്കിയിരിക്കുന്ന സംഭവങ്ങളെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ അത് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടുന്നതല്ലെന്നും എന്നാൽ വേണ്ടുന്നതൊന്നും അവർക്ക് കൊടുക്കുവാൻ സാധിക്കുന്നില്ലാത്ത പക്ഷം വിദ്യാഭ്യാസ മേഖല വളരെ തകർന്നതായിരുന്നുവെന്നും ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, മതവിശ്വാസം എപ്പോഴും നല്ലതാണ്. എന്നാൽ മതവിശ്വാസത്തെക്കാൾ ഉപരിയായ നിലകളിൽ അവർക്ക് കൊടുക്കേണ്ടുന്നത് പ്രാഥമികമായ നല്ല അക്ഷരാഭ്യാസവും വിദ്യാഭ്യാസ മേന്മയാണ് എന്ന് നമുക്കിതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിം മതവിഭാഗത്തിൻ്റെ ഇത്തരത്തിലുള്ളതായ നടപടിക്രമങ്ങൾ പലതും അത് സാമൂഹ്യമായും വളരെ അനാവശ്യമായ അനാചാരങ്ങളാണ് എന്ന് ഇങ്ങനെയുള്ളതായ പല സംഭവങ്ങൾ മുഖാന്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
എന്നാൽ അത് ചെയ്യുക മാത്രമല്ല, അത് മറ്റുള്ളതായ മതവിഭാഗങ്ങൾ അവർ ചെയ്തു വരുന്ന ആ, ഇത്തരത്തിലുള്ള സ്കൂളുകളിലും മറ്റുള്ള ആളുകളുടെ ഇടയിലും കുത്തിത്തിരുകുവാൻ ശ്രമിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. എല്ലാവരെയും ഒരേപോലെ കാണുവാൻ വേണ്ടിയിട്ടാണ് യൂണിഫോം കൊടുക്കുന്നത്. മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് തലയിൽ ഹിജാബ് ധരിക്കണമെന്ന് നിർബന്ധമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ മതാചാരങ്ങളിലും നിങ്ങൾ കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെയും തന്നെ അത് ധരിക്കുവാൻ അവകാശവും അധികാരവും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലകളിൽ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ആ സ്കൂളിൻ്റെ ആ ഗേറ്റ് കടന്ന് അകത്തോട്ട് കയറുമ്പോൾ അവർ ഇന്ന മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ എന്നതിനേക്കാൾ ഉപരി ആ സ്കൂളിലെ വിദ്യാർത്ഥി എന്ന ഒരു പരിഗണനയിലാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസങ്ങളെ തകർക്കുന്ന ഒന്നിനെയും പിൻപറ്റേണ്ടുന്ന ആവശ്യകതയില്ല. എന്നാൽ നമ്മുടെ വിശ്വാസങ്ങൾ അതൊരിക്കലും നമ്മുടെ സ്കൂളുകളിൽ, വിദ്യാലയങ്ങളിൽ അത് സ്ഥാപിക്കുവാൻ തുനിയുന്നത് ഒരിക്കലും അത് ഉചിതമായ നടപടിക്രമം അല്ല. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളുടെ തലയിലെ ഹിജാബ് മാറ്റുവാൻ ആവശ്യപ്പെടുന്ന അവിടെയുള്ളതാകുന്ന ടീച്ചേഴ്സ്, സിസ്റ്റർമാർ, അവർ ധരിക്കുന്ന ശിരോവസ്ത്രം, അവരും തലയിൽ തുണി ധരിക്കുന്നല്ലോ, അത് അവർ ഊരിക്കളയുന്നില്ലെന്ന് പറയുന്നത് കേൾക്കുവാനിടയായി തീർന്നു. ഒരു കാര്യം നാം മനസ്സിലാക്കുക, ഇവിടെയുള്ളതായ വിദ്യാർത്ഥികൾ യൂണിഫോം ധരിക്കുന്നത് പോലെ അവരും അവരുടെ യൂണിഫോമാണ് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ യൂണിഫോമാണ് ആ സിസ്റ്റർമാർ ധരിക്കുന്നതായ ആ വസ്ത്രം. അപ്പോൾ അവർ മാത്രമല്ല, നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ പോലീസ് ഉദ്യോഗസ്ഥർ ധരിക്കുന്നുണ്ടല്ലോ ഒരു യൂണിഫോം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാവരെയും ഒരേപോലെ കാണുവാനും ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ സ്കൂൾ മുമ്പോട്ട് വയ്ക്കുന്നതായ നിർദ്ദേശങ്ങൾ പാലിച്ച് പോകേണ്ടുന്നത് വളരെയധികം ആവശ്യകതയുള്ളതാണ്. അതിന് ബദലായി അവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി കടന്നു പോകുന്നതും ആളെ കൂട്ടി ബഹളം ഉണ്ടാക്കുന്നതും അവരോട് ഭീഷണിപ്പെടുത്തുന്ന വിധത്തിൽ കയർത്ത് സംസാരിക്കുന്നതൊക്കെ വളരെയധികം മോശപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തായിരുന്നാലും കൊള്ളാം, ഈ വിഷയങ്ങളെ പറ്റിയൊക്കെ മാനേജ്മെൻറ്റും അതുപോലെ ആ കുട്ടിയുടെ കുടുംബത്തിലുള്ളതായ ആളുകളുമായി സംസാരിച്ച് ഒത്തുതീർപ്പാക്കി വന്നിരുന്ന ആ പശ്ചാത്തലത്തിൽ നമ്മുടെ രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, പല മന്ത്രിമാരും കടന്നു വരികയും അവർ ആ കാര്യത്തെപ്പറ്റി പരിശോധിക്കുവാനും ഇടയായി തീർന്നു. എന്നാൽ യുക്തിപരമായി ചിന്തിച്ചാലും അതിൻ്റെ നിയമപരമായി ചിന്തിച്ചാലും ആ സ്കൂള് ചെയ്തതാണ് ഉചിതമായ നടപടിക്രമം. ആ കുട്ടിയെ അവരൊരിക്കലും ഈ ഒരു സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ അവർ ആ സ്കൂളിൽ നിന്ന് പറഞ്ഞയക്കുകയോ പുറത്താക്കുകയോ ചെയ്യാതെ വണ്ണം അതിനോട് വസ്തുതകൾ ബോധ്യപ്പെടുത്തുകയും അവരുടെ കുടുംബത്തോട്, മാതാപിതാക്കന്മാരോട് ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞ് അവരെ മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷമായി നമ്മുടെ പല മന്ത്രിമാരും അവരെ കടന്നു വരികയും അനാവശ്യമായ നിലകളിൽ മുസ്ലിം പ്രീണനത്തെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട്, വോട്ട് മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് പറഞ്ഞതായ ചില കാര്യങ്ങൾ, നടപടിക്രമങ്ങളാണ് ഇത്രയും രംഗങ്ങൾ വഷളാക്കുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് ഒരു കാര്യം നാം മനസ്സിലാക്കുക, ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം പാലിക്കാൻ എല്ലാ ആളുകളും ബാധ്യസ്ഥരാണ്. യൂണിഫോം ധരിക്കണം എന്നുള്ളതാണ് നടപടിക്രമമെങ്കിൽ ആ യൂണിഫോം ധരിക്കണം എന്നതാണ് നാം ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം. അതുകൊണ്ട് ഞാൻ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് ഇനി മുതൽ ഹിജാബ് ധരിച്ച് പോകുവാൻ അനുവദിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നതല്ല. ഇതേസമയം ഒന്ന് തിരിച്ച് ചിന്തിച്ച പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം മാനേജ്മെൻറ്റുള്ളതായ ഒരു സ്കൂളിൽ കടന്നു ചെന്നിട്ടൊരു ഹിന്ദു അദ്ദേഹം വന്നിട്ട് പറയുക, മണ്ഡലകാലത്തിൻ്റെ സമയമാണ്, അതുകൊണ്ട് ഞാൻ ഇനി കറുത്ത ഷർട്ടും കറുത്ത മുണ്ട് ഉടുത്ത് ആണ് സ്കൂളിൽ വരുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് വന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ വിലക്കുമോ? അല്ല, ഞാൻ ഇനി കാവി ഉടുത്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ അംഗീകരിക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. അതിനെ തള്ളിക്കളയത്തില്ലേ? പിന്നെ എന്തിനാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അവരുടെ പള്ളികളിലും അവരുടെ കുടുംബങ്ങളിലും ചെയ്യപ്പെടേണ്ടതായ ഇത്തരത്തിലുള്ള മതാചാരങ്ങളെ സ്കൂളുകളിൽ അനുവർത്തിക്കുവാൻ നിങ്ങൾ മുതിരുന്നത്? ഞങ്ങളുടെ കുട്ടികളെ മറ്റിതര മാനേജ്മെൻറ്റുകൾ നടത്തി വരുന്ന സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ
അവരുടെ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നതായ കാര്യങ്ങൾ ആണ് നടക്കുന്നതെന്നും അല്ലെങ്കിൽ അതൊന്നും അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ പലരും പറഞ്ഞു കേട്ട ഒരു ഭാഗം, നിങ്ങൾ കേക്ക് മുറിക്കരുത്. കേക്ക് മുറിക്കുന്നത് അത് യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട, അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ഭാഗവാക്കായി തീരരുത് എന്ന് പറയുന്നത് കേൾക്കാൻ നമുക്ക് സാധിക്കും. ഓണം വന്നു കഴിഞ്ഞാൽ പായസം ഉണ്ടാക്കരുതെന്നും അതുപോലെ സ്കൂളുകളിലൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പങ്കുചേരേണ്ട എന്ന് പോലും, പോകണ്ട എന്ന് പോലും പറയുന്ന സന്ദേശങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കേട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ മതവിശ്വാസങ്ങളെ അതിനെ ഉത്ബോധിപ്പിക്കുവാനും മറ്റുള്ള കാര്യങ്ങളിലൊന്നും സംബന്ധിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നാൽ മറ്റുള്ള മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ നിശ്ചയമായും നിങ്ങളുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതെ അതിനെയൊക്കെ അതേപോലെ സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതായ നിയമങ്ങളെ പാലിക്കുക. നമ്മുടെ മതവിശ്വാസം അത് നമ്മുടെ സ്വകാര്യതയാണ്. നമുക്കത് പ്രചരിപ്പിക്കാനൊക്കെ ഉള്ളതായ അവസരവും അവകാശവുമുണ്ട്. എന്നാൽ അത് വിദ്യാലയങ്ങളിലല്ല ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ഏറ്റവും ബഹുമാന്യരും ആദരണീയരുമായ പ്രിയമുള്ളവരെ, അന്യോന്യം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഐക്യതയോടെയും സാമൂഹികമായ യാതൊരുവിധ ഭിന്ന അഭിപ്രായങ്ങൾ കൂടാതെ വണ്ണം എല്ലാവരും ഒരേപോലെ നയിക്കപ്പെടുവാനും നമ്മുടെ വിശ്വാസങ്ങളെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അതിനൊന്നും വ്രണം സംഭവിക്കാത്ത വിധത്തിൽ മുമ്പോട്ട് പോകുവാൻ എല്ലാവരെയും ഈശ്വരൻ സഹായിക്കുമാറാകട്ടെ. നാം ഇവിടെ ചിന്തിച്ചതായ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.